വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിൽ ദുരൂഹത തുടരുകയാണ്. കുടുംബത്തിന് വലിയ സാമ്പത്തിക പ്രശ്നമില്ലെന്ന് പ്രതി അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴി. തന്റെ യാത്രാവിലക്ക് മാറ്റാൻ വീട്ടിൽ നിന്ന് പണം നൽകിയിട്ടില്ല. കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ മകനോട് സംസാരിച്ചിരുന്നു. നടന്നത് എന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നും ഭാര്യ ഷമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും റഹീം ഇന്ന് പറഞ്ഞു. നമുക്കൊപ്പം റിനു ശ്രീധറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു ശ്രീധർ, ഇപ്പോൾ റഹീം പറയുന്നത് കേട്ടാൽ ഈ 65 ലക്ഷം രൂപയുടെ ബാധ്യത തുടങ്ങിയ കാര്യങ്ങളൊന്നും റഹീം അറിഞ്ഞിട്ടേയില്ല എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ കുടുംബത്തിന് ഇത്രയും വലിയ ബാധ്യത വന്നത് എങ്ങനെയാണെന്ന് സൗദിയിലുണ്ടായിരുന്ന റഹീം അറിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ അഫാൻ വരുത്തിവെച്ച കടമാണോ ഇത്? പക്ഷെ അഫാൻ പറയുന്നത് പിതാവ് വരുത്തിവെച്ച കടത്തും വീട്ടാൻ വേണ്ടി കഴിയാതെ വന്നപ്പോൾ ചെയ്ത കൂട്ടക്കൊലയെന്നാണ്. എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് റഹീം പറയുന്നതിൽ നിന്നും അഫാൻ പറയുന്നതിൽ നിന്നും? റിനു ശ്രീധർ. അരുൺകുമാർ, വെഞ്ഞാറമൂട് കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയായിട്ടുള്ള അഫാന്റെ പിതാവ് റഹീം, ആ റഹീമിന്റെ മൊഴിയാണ് ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് അദ്ദേഹം ഈ മൊഴി വന്ന് നൽകിയത്. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ കുടുംബ ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ മകനെ ഒരു കാര്യവും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് അത്രയധികം വലിയ കടബാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നുമാണ്. ആ കാര്യം തന്നെയാണ് ഈ മൊഴിയായും ആവർത്തിച്ചത്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്ത് സംഭവിച്ചതായാലും അത് അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തട്ടെ എന്നുള്ളതാണ്. എന്തായാലും മൊഴി നൽകിയതിന് ശേഷം ആശുപത്രിയിലെത്തി ഭാര്യ, അതായത് അഫാന്റെ മാതാവ് ഷെമിയെ സന്ദർശിച്ചു. ഷെമിയെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. തനിക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തനിക്ക് യാത്രാവിലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിൽ നിന്ന് പണമൊന്നും നൽകിയിട്ടില്ല, കുടുംബം അത്ര സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബവുമല്ല എന്നുള്ളതും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഡിസ്ചാർജ് സംബന്ധിച്ച കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലടക്കം ഈ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രത്യേക സെല്ലിലാണ് കഴിയുന്നത്. ഈ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. തിങ്കളാഴ്ചയോടുകൂടി ഡിസ്ചാർജിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമാവുകയും ചെയ്യും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. റിനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് അഫാന്റെ പിതാവ് റഹീം പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല. പിന്നെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിൻ്റെ നിയമവശം അവരെ തെളിയിക്കാനുള്ളതാണ്. എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും. അങ്ങനെയുള്ള സാമ്പത്തിക എന്നും വീടുമായി ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല. വീട് വെച്ചതിലൊന്നും കടകളൊന്നുമില്ല. വീട് വെച്ചതൊക്കെ ഞാൻ എല്ലാം തീർത്തതാണ്. അതിലൊന്നും കടകൾ ബാധ്യതകളൊന്നുമില്ല. ട്രാവൽ ബാൻ അവിടുത്തെ സാമൂഹിക പ്രവർത്തകരും അവിടുത്തെ എല്ലാവരും കൂടെ സഹായിച്ചാണ് ഞാൻ എത്തിയത്. ഇവിടെ അവനുമായിട്ട് മിക്കവാറും ഒക്കെ വാട്സപ്പ് വഴി സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവനായിട്ട് ഒരാഴ്ച മുന്നേ. ഒരാഴ്ച മുമ്പേ മകനുമായി സംസാരിച്ചിരുന്നുവെന്നും വീട്ടിലെ കടബാധ്യതകളെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നുവെന്നുമാണ് അബ്ദുൾ റഹീം പറയുന്നത്. വീട് വെച്ചതിന് ഒരു കടബാധ്യതയും ഇപ്പോൾ നിലവിലില്ലെന്നും ആ കടബാധ്യതയെല്ലാം താൻ വീട്ടിയെന്നും അബ്ദുൾ റഹീം പറയുന്നു. അങ്ങനെയാണെങ്കിൽ 65 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് അഫാൻ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ആ കടം ആരുണ്ടാക്കിയതാണ്? അതൊക്കെ ഇനി പോലീസ് കണ്ടെത്തേണ്ടതാണ്.